ഒരു അമ്മ പെറ്റ മക്കളെ പോലെ രാവിലെ ഉമിക്കരിയുമായി പുറത്തിറങ്ങുമ്പോഴേ ശബ്ദം കേൾക്കാം. ഓഹോ, നേരെ നടക്കല. ഹൈ ഹൈ. കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിച്ചെന്നു നോക്കുമ്പോൾ കണ്ടം പൂട്ടുകയാണ്. 6 കാളകൾ 3 പേരെ വലിച്ചുകൊണ്ട് മണ്ണിലൂടെ ഓടുന്നു. മണ്ണ് ഉഴുതുമറിക്കുന്ന ആ കാഴ്ച ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാളകൾ ഓടുമ്പോൾ അവയ്ക്ക് പിന്നാലെ കാക്കകളും മൈനകളും മറ്റു ചെറുപക്ഷികളും പറന്നിറങ്ങുന്നു. മണ്ണ് ഉഴുതു മറിക്കുമ്പോൾ പുറത്തു വരുന്ന ചെറു ജീവികളെ ഭക്ഷിക്കാനാണ് അവയുടെ വരവ്. ആ കാളകളുടെ ഉടമസ്ഥർ പിടിക്കോട്ടുകാരായിരുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് വരമ്പത്ത് ആജിയാപ്പിളെ കുട പിടിച്ചു നിൽക്കും. കാളകൾ ഓടുന്നതിനിടയിൽ ചിലപ്പോൾ നുകം മണ്ണിൽ തട്ടി പൂട്ടുന്നവർക്ക് നല്ല വിഷമമുണ്ടാകും. 3 ദിവസം വരെ ഈ ഉഴവ് തുടർന്നു. 4ാം ദിവസം മുറത്തിൽ നെല്ല് നിറച്ച് കൃഷി സ്ഥലത്ത് വിതരാൻ തുടങ്ങി. അതൊക്കെ കാണാൻ എന്തൊരു രസമായിരുന്നു. ദിവസങ്ങൾ പതുക്കെ നീങ്ങി. നെല്ല് മുളച്ചു വന്നു. ഒരു ദിവസം രാഘവൻ ആശങ്കയോടെ ചോദിച്ചു, ആജിയാപ്പിളെ, നമ്മളെ മഴ ചതിക്കുമോ? ഏയ്, സമയമാകുമ്പോൾ അയാൾ വരും. ആജിയാർ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി. പറഞ്ഞതുപോലെ തന്നെ മഴയെത്തി. നാറുകൾ പറിച്ച് നടേണ്ട സമയമായി. പിലിക്കോട്ടെ പെണ്ണുങ്ങൾ ഉച്ചഭക്ഷണമായി നേത്തിയിലാക്കി വരാൻ തുടങ്ങി. അവർ ഞാറു പറിച്ച് നടന്ന ജോലി ആരംഭിച്ചു. 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് അവർ ജോലി ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. പാട്ടുപാടി മത്സരിച്ചുകൊണ്ട് അവർ ജോലി തുടങ്ങും. ആദ്യം പാട്ട് തുടങ്ങിയത് നാരായണിയായിരുന്നു. നാരായണി: ഇന്നലെ എന്തിനാ പാറുവിന്റെ വീടെ ഒരു കൂട്ടം കണ്ടത്? പൊക്കി: നിങ്ങൾക്കറിയില്ലേ പാറുവിന്റെ പുരുവൻ നല്ല സൂക്കേടാണെന്ന്. നാരായണി: ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ, എന്താ സൂക്കേട്? പൊക്കി: പനി കൂടിയിട്ട് വൈദ്യരുടെ അടുത്ത് പോയിന്. നാരായണി: എന്നിട്ട് വാങ്ങായോ? പൊക്കി: അറിയില്ല അറിയില്ല. പണി കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് അവിടെ ഒന്ന് കേറാം. പാട്ടിന്റെ ഈണവും വേഗവും കൂടുന്നതനുസരിച്ച് ഞാറു പറിക്കുന്നതിന്റെ വേഗതയും കൂടി. ഇന്നലെ മൊന്തിക്ക് എന്താ ചാറുണ്ടാക്കിയത്? പൊക്കി: പറയണ്ട നാരായണി കഥയൊന്നും. ഉണക്കിമീൻ ചുട്ടതും മുരിങ്ങച്ചപ്പ് കാച്ചിയതും. നാരായണി: നിങ്ങൾ എന്താണ് ചാറ് വെച്ചത്? പറയണ്ടപ്പാ, മീനൊന്നും കിട്ടിയില്ല, പരിപ്പ് കറിയും ഉണക്കിമീനും തന്നെ. കുറച്ചു കഴിഞ്ഞ് അടുത്ത വർത്തമാനം പാട്ടായി പാടി. കൂട്ടായിക്കാരൻ അമ്പുവിന്റെ മോളെ മംഗളം എന്തായി? അവര് ബന്ധിനി പോയിനി എന്ന് കേട്ടല്ലോ. നാരായണി: നിങ്ങൾ പോയില്ലേ, നിങ്ങൾ ബന്ധുവല്ലേ? പൊക്കി: ഞാൻ പോയില്ലപ്പാ, മോളും പുരുകനും ഒന്ന് പോയി വന്നതാണ്. നാരായണി: അവരെന്ത് പറഞ്ഞു? ഇപ്പോഴേ ഉണ്ടോ? എവിടെയാ ചെക്കന്? പൊക്കി: ഞാനൊട്ടും ചോദിച്ചതുമില്ല, അവരൊട്ടും പറഞ്ഞതുമില്ല. വീണ്ടും പാട്ട് തുടങ്ങി. നിങ്ങൾ അറിഞ്ഞില്ലേ രാഘവന്റെ മോന് ബോംബെയിന്ന് വന്നിരുന്ന്? അറിഞ്ഞല്ലോ, അവന്റെ പത്രോസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചെക്കൻ നീലത്തല്ലപ്പ നടക്കുന്ന ഓന്റെ ഒരു പത്രോസ്. ഇതിനിടയിൽ ആജിക്ക ചോദിച്ചു, ആജിക്ക, നാളെ ഇത് തീരുമോ? അതിന് മറുപടിയും പാട്ടിലൂടെ തന്നെ വന്നു. ഇതൊന്നും 2 ദിവസം കൊണ്ട് തീരൂല. പൊക്കി: ആജിയാപ്പിളെ നമ്മളെ ഒന്ന് ആക്കിയതല്ലേ. അപ്പോഴാണ് ജാനകി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സൂര്യൻ നേരെ നെറ്റിയിലെത്തി, കഞ്ഞിവെള്ളം കുടിക്കണ്ടേ? എല്ലാവരും കണ്ടത്തിൽ നിന്ന് കയറി കയ്യും കാലും മുഖവും കഴുകി നേത്തിയെടുത്ത് വട്ടമിട്ടിരുന്നു. നേത്തിയുടെ മൂടി തുറന്നപ്പോൾ ഓരോരുത്തരുടെയും വിഭവങ്ങൾ പുറത്തു വന്നു. ചിലർക്ക് ചമ്മന്തി, ചിലർക്ക് പപ്പടം, ചിലർക്ക് ഉണക്കമീൻ, ചിലർക്ക് വെറും കഞ്ഞിവെള്ളം മാത്രം. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒത്തൊരുമയോടെ കഴിച്ചു. കഞ്ഞി കുടി കഴിഞ്ഞ് അല്പം വിശ്രമിക്കാനിരിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല നോക്കി ഷൂ ഷൂ എന്ന് പറഞ്ഞ് പേൻ നോക്കാൻ തുടങ്ങി. ഞാറു പറിച്ചു നടൻ ആകെ 3.5 ദിവസമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാറ് വളർന്ന് കതിർ നെല്ലായി മാറി. നെല്ല് ആടി ഒഴിഞ്ഞ് നൃത്തം ചെയ്യാൻ തുടങ്ങി. ചെറു പക്ഷികൾ നെല്ല് കൊത്തിത്തന്നാൻ തുടങ്ങിയപ്പോൾ അതിനെ ആട്ടി ഓടിക്കാൻ ആളുകൾ കാവൽ നിന്നു. അങ്ങനെ നെല്ല് കൊയ്യേണ്ട സമയമായി. പെണ്ണുങ്ങളും കാര്യസ്ഥനും പാടത്തേക്ക് വന്നു. എല്ലാവരും നല്ല സ്പീഡിലാണ് കൊയ്യുന്നത്. കാരണം മത്സരിച്ച് കൊയ്ഞ്ഞു കഴിഞ്ഞാലോ കറ്റകൾ കൂടുകയുള്ളൂ. കറ്റ കൂടിയാൽ കൂലി അധികം കിട്ടും. കൂടുതൽ നെല്ല് കിട്ടാനായി മത്സരിച്ച് കൊയ്തു. കറ്റുകൾ തലയിൽ വെച്ച് അവർ വീട്ടിലേക്ക് നടന്നു. കളത്തിൽ ഓരോരുത്തരായി അവരവരുടെ കറ്റകൾ അട്ടിയായി വെച്ചു. ആജിയും കാര്യസ്ഥനും വന്ന് കറ്റകൾ എണ്ണാൻ തുടങ്ങി. കറ്റ എണ്ണിക്കഴിഞ്ഞാൽ കൂലിക്കുള്ള കറ്റയിൽ നിന്നും ചിക്കൽ തുടങ്ങും. അപ്പോൾ പെണ്ണുങ്ങളുടെ നെഞ്ചു നോക്കും. അവർ ആജിയാപ്പിളെ നോക്കി പറയും, അവനോട് പറ, ഇത്ര ചിക്കരുതെന്ന്. ഇത്ര ചിക്കിയാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക? ആജിയാർ പതിവ് പോലെ പറയും, മതിയടാ ചിക്കിയത്. ആജിയാർ അങ്ങനെ പറയുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു മനസ്സമാധാനം തോന്നും.
പക്ഷെ കാര്യസ്ഥൻ അത് കേട്ടതായി പോലും ഭാവിക്കാതെ വീണ്ടും ചിക്കിക്കൊണ്ടേയിരിക്കും. എല്ലാം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തങ്ങൾക്ക് കിട്ടിയ നെല്ലിന്റെ കെട്ടുകൾ തലയിൽ വെച്ച് വീടുകളിലേക്ക് നടക്കും. അതിനുശേഷം ഞങ്ങളെല്ലാം കതിർ പറിക്കാൻ കണ്ടത്തിലേക്ക് ഓടും. ഓടാത്ത കുട്ടികളെ വീട്ടുകാർ അടിച്ചോടിക്കും. ആ കതിരുകൾ ഉണക്കി ഉരലിലിട്ടടിച്ച് അവലുണ്ടാക്കിയാൽ അതിന്റെ രുചി വേറെ തന്നെയാണ്. കതിർ പറിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ആളുകൾ പശു, ആട്, പോത്തു, എരുമ, കാള എന്നിവയെ കൊണ്ടുവന്ന് കണ്ടത്തിൽ കെട്ടും. 1-2 ദിവസം കഴിഞ്ഞാൽ കാര്യസ്ഥൻ നെല്ല് മെതിക്കാൻ ആളുകളെ കൂട്ടിവിടും. നീളത്തിൽ മുള കെട്ടി അതിന്റെ അടിയിൽ കല്ല് വെച്ച് കൈകൊണ്ട് മുളയിൽ പിടിച്ചും കാലുകൊണ്ട് മെതിച്ചുമാണ് ജോലി. മെതിച്ചു കഴിഞ്ഞാൽ മുറം കണ്ടുവന്ന് കാറ്റുള്ള ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ച് താഴേക്ക് തൂറ്റും. തൊട്ടടുത്ത് ഒരാൾ തടുപ്പ കൊണ്ട് കാറ്റി വീശിക്കൊടുക്കും. അതൊക്കെ കഴിഞ്ഞാൽ പറയും വടിയും ഇടങ്ങാഴിയും കൊണ്ടുവന്ന് നെല്ലളന്ന് തിട്ടപ്പെടുത്തും. പിന്നീട് മെതിച്ചവർക്കുള്ള കൂലിയായി നെല്ലളന്നു കൊടുക്കും. കാര്യസ്ഥന് കാര്യമായി തന്നെ കിട്ടും. ശേഷം ബാക്കിയുള്ള പുല്ലുകൾ ഉണക്കി തിരയായി മാറ്റും. ബാക്കി വന്നത് ഊമമായി കൂട്ടിവെക്കും. കുട്ടികൾ കണ്ടത്തിലെ പുല്ല് അല്പം ഉണങ്ങാൻ കാത്തിരിക്കും. കാരണം പിന്നെ അതല്ല അവരുടെ കളിയുടെ പ്രധാന ഗ്രൗണ്ട്. അങ്ങനെയായിരുന്നു ആ കാലത്തെ കൃഷിയും പണിയും പാട്ടും പങ്കിടലും. കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും മനസ്സുകളിൽ സ്നേഹവും ഐക്യവും നിറഞ്ഞിരുന്നു. ഒരമ്മ പെറ്റ മക്കളെ പോലെ എല്ലാവരും ജീവിച്ചിരുന്നു. ശുഭം. ഓളപ്പരപ്പിലെ മാമൻ കുസൃതിയും കയ്യിൽ കണയും. മഴക്കാലം അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയായിരുന്നു. എങ്കിലും ഇടയ്ക്കിടെ ആകാശം കറുത്തു ഇരുണ്ട് മഴ പെയ്യാറുണ്ട്. പാടത്തെ വലിയ വെള്ളക്കെട്ടിലാണ് ഞങ്ങളുടെ സ്ഥിരം കുളി. കഴുത്തൊപ്പം വെള്ളമുണ്ടാകും അവിടെ എപ്പോഴും. ആ ആഴത്തിലാണ് ഞാൻ നീന്താൻ പഠിച്ചതുപോലും. അങ്ങനെ ഒരു ദിവസം എൻ്റെ ചെറിയ മാമൻ എന്നെ വിളിച്ചു. അന്ത്രു, നീ കുളിക്കാൻ വരുന്നടാ. കേട്ട പാതി കേൾക്കാത്ത പാതി. ഞാൻ വേഗം അകത്തുപോയി തുണി മാറ്റി ഒരു മുണ്ടെടുത്തു. കുളിക്കാൻ റെഡിയായി ഇറങ്ങിയപ്പോഴാണ് മാമൻ്റെ അടുത്ത നിർദ്ദേശം വന്നത്. എടാ, അവിടെ ചിലപ്പോൾ ബാലൻ മീനുണ്ടാവും. അതുകൊണ്ട് പഴയ ഒരു തുണി കൂടി എടുത്തോ. ഞാൻ വീണ്ടും വീട്ടിനകത്തേക്ക് ഓടിക്കയറി ഒരു പഴയ തുണി കൂടി കയ്യിലെടുത്തു. പാടത്തെത്തിയതും മാമൻ അതാ കാത്തു നിൽക്കുന്നു. മാമൻ ഷീമക്കൊന്നയുടെ മുകളിൽ വലിഞ്ഞു കയറി. വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. ഡും. വെള്ളം തെറിപ്പിച്ചുള്ള ആ ചാട്ടത്തിന് പിന്നാലെ മാമൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി. ഞാൻ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങി. കുറച്ചു നേരം നീന്തി കുളിച്ചപ്പോൾ മാമൻ പറഞ്ഞു, ആ തുണിയെടുത്ത് ഇങ്ങോട്ട് വാ. ഞാൻ ആ പഴയ തുണിയുമെടുത്ത് മാമൻ്റെ അരികിലേക്ക് നീന്തി ചെന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി തുണിയുടെ രണ്ടറ്റവും പിടിച്ചു. വെള്ളത്തിൽ താഴ്ത്തി മീൻ പിടിച്ചു. കൗതുകം തീർന്നപ്പോൾ അതിലേക്ക് തന്നെ കളഞ്ഞു. അതിനുശേഷം ഞാൻ വെള്ളത്തിൽ മുങ്ങിയിട്ട് നീന്തി തിരിച്ച് മാമൻ്റെ അടുത്തു തന്നെ എത്തി. അങ്ങനെ തിമിർത്ത് കുളിച്ചുകൊണ്ടിരിക്കെ ആണ് മാമൻ ആ കടുംകൈ ചെയ്തത്.
എന്നെ മാമൻ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. കുറേ സമയം അങ്ങനെ നിർത്തിയ ശേഷമാണ് എന്നെ പൊക്കിയത്. എന്നെ ഉയർത്തിയതും ഇതാ മാമൻ പൊട്ടിച്ചിരിക്കുന്നു. ഇത് മാമൻ കുറച്ചു സമയം തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു തവണ മാമൻ്റെ കൈ എൻ്റെ മേൽ ഒരല്പം അയഞ്ഞ നിമിഷം നോക്കി ഞാൻ വെള്ളത്തിനടിയിലൂടെ മുങ്ങി ദൂരേക്ക് നീന്തിപ്പോയി. പതുക്കെ കരയിലേക്ക് കയറി. ദേഷ്യവും ശ്വാസം മുട്ടിയതിൻ്റെ സങ്കടവും ഇരച്ചു കയറിയിരുന്നു. കരയിൽ നിന്ന് കയ്യിൽ കിട്ടിയ കല്ലും മണ്ണുമെല്ലാം വാരി ഞാൻ മാമന് നേരെ തുരുതുര എറിയാൻ തുടങ്ങി. വെള്ളത്തിൽ കിടന്നു കൊണ്ട് മാമൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഡാ, ഞാൻ കരക്ക് കയറിയാൽ നിന്നെ വെച്ചേക്കില്ല. ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ടാണ് വീടിനകത്തു നിന്നും ഉമ്മ ഇറങ്ങി വന്നത്. ഉമ്മയുടെ കയ്യിൽ അപ്പോൾ ഒരു കയ്യിൽ കണ ചിരട്ടത്തവി ഉണ്ടായിരുന്നു. ഉമ്മ പതുക്കെ ആ തവി തിരിഞ്ഞു പിടിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് നടന്നു വന്നു. ഒന്നും ചോദിക്കാതെ എൻ്റെ ചന്തിക്ക് നോക്കി തന്നു. 2 അടി, ഡിം ഡിം. നല്ല ഒന്നാന്തരം വേദന. ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. അടി കിട്ടിയതും ഞാൻ അവിടെ നിന്നും ജീവനും കൊണ്ട് ഒരോട്ടമായിരുന്നു. ഞാൻ ഓടുന്നത് കണ്ട് ഉമ്മ പുറകിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ആ കുരുത്തക്കേട് ഇങ്ങ് വീട് വരെ എത്തിയടാ. കുളിച്ച് നനഞ്ഞ മുണ്ടോടെ തന്നെയാണ് ഞാൻ ആ ഓട്ടം വെച്ച് പിടിച്ചത്. പാവം ഉമ്മ. ഞാൻ എന്തിനാണ് മാമനെ കല്ലെടുത്ത് എറിഞ്ഞതെന്ന് ഉമ്മാക്കറിയില്ലല്ലോ. അവരത് ചോദിക്കാൻ നിന്നതുമില്ല. എനിക്ക് കാര്യം പറയാൻ ഒരവസരം തന്നതുമില്ല. തുടരും.